Hi my dear students, welcome to the fourth session of magnetism. In the last class, എന്ത് ഡിസ്കസ് ചെയ്തു? ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർ മാഗ്നറ്റ് അലോങ് ഇറ്റ്സ് ആക്സിസ്, അതല്ലേ നമ്മൾ ഡിറൈവ് ചെയ്തത്. ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. μ0/4π × 2m/r³ വേർ r is the distance between the point and center of the magnet ആണല്ലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർ മാഗ്നറ്റ് അലോങ് ഇറ്റ്സ് ഇക്വറ്റോറിയൽ ലൈൻ. ഫീൽഡ് അലോങ് ഇക്വറ്റോറിയൽ ലൈൻ നോക്കൂ. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയാം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാം. ഈ പോയിന്റ് ഇവിടെയും ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് താഴെയും ചൂസ് ചെയ്യാം കേട്ടോ, ഇവിടെയും എടുക്കാം, നിങ്ങളുടെ കംഫർട്ടബിലിറ്റി പോലെ ചെയ്തോളൂ. ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എ മാഗ്നറ്റ്. ഓക്കെ, ഇതിനെ നമ്മൾ പോയിന്റ് ഓൺ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയും, ബ്രോഡ് സൈഡ് ഓൺ പൊസിഷൻ എന്ന് പറയും, മറ്റേ എൻഡ് ഓൺ എന്ന് പറഞ്ഞില്ലേ, എൻഡ് ഓണിന് പകരം ഇവിടെ എന്ത് പറയും? ബ്രോഡ് ഓൺ. അതുപോലെ തന്നെ ടാൻ ബി പൊസിഷൻ എന്നും പറയും. മാഗ്നറ്റിസത്തിൽ നമ്മൾ ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡിനെ പറയുന്ന പേരാണ് ടാൻ ബി പൊസിഷൻ, ടാൻ ബി, ക്യാപിറ്റൽ ബി. ഓക്കെ, നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ നമുക്ക് പോസിറ്റീവ് ചാർജായിട്ടും ഇതിനെ നെഗറ്റീവ് ചാർജായിട്ടും അസ്യൂം ചെയ്യാം. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എല്ലാവർക്കും അറിയാം, സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ്. ലെങ്ത് L+L 12 എടുക്കാം, ഹാഫ് ലെങ്ത് L, ദെൻ റിമൈനിങ് ഹാഫ് ലെങ്ത് L. ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? R എന്ന് മാർക്ക് ചെയ്യാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദ മാഗ്നറ്റ് ആൻഡ് പോയിന്റ് P അണ്ടർ കൺസിഡറേഷൻ. നോർത്ത് പോൾ ഉണ്ടാക്കുന്ന ഫീൽഡ് നമുക്കത് ഇങ്ങനെ മാർക്ക് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു നോർത്ത് പോൾ അലോങ്. ഈ പോയിന്റ് ഞാൻ A എന്നും ഈ പോയിന്റ് B എന്നും ഈ പോയിന്റ് P എന്ന് എടുക്കാൻ അലോങ് BP. ദെൻ സൗത്ത് പോൾ ഉണ്ടാക്കുന്ന ഫീൽഡ് നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിനോട് ഇക്വാലൻ്റ് ആണ്, അത് അയാളുടെ അടുത്തേക്കായിരിക്കും, BS. ഇത് BN, ഇത് BS. ഇനി നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഈ ഏത് ഫീൽഡാണ് ഇതിൽ കൂടുതൽ സ്ട്രോങ്? നോർത്ത് പോൾ ഉണ്ടാക്കിയ ഫീൽഡാണോ അതോ സൗത്ത് പോൾ ഉണ്ടാക്കിയ ഫീൽഡാണോ മോർ സ്ട്രോങ്? ഒരു ഡൗട്ടും വേണ്ട. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയതുകൊണ്ട് രണ്ട് ഫീൽഡിൻ്റെയും സ്ട്രെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും, എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഫീൽഡ് സ്ട്രെങ്ത്തുകൾ സെയിം ആണ്. പിന്നെ എന്താ ഡിഫറൻ്റ് ആയിട്ടുള്ളത്? ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. നോർത്ത് പോൾ ഉണ്ടാക്കുന്ന ഫീൽഡ് അലോങ് BPയും സൗത്ത് പോൾ ഉണ്ടാക്കുന്ന ഫീൽഡ് അലോങ് PAയും ആയിരിക്കും, PA. ക്ലിയർ അല്ലേ? നമുക്ക് നേരത്തെ ചെയ്തതുപോലെ നെറ്റ് ഫീൽഡ് കാണാം. നെറ്റ് ഫീൽഡ് കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നു? പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കണു? ഡയഗണൽ വരയ്ക്കണു. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് നെറ്റ് ഫീൽഡ്. ഓക്കെ, സോ നെറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം നോക്കിക്കോളൂ കേട്ടോ. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടല്ലേ? ഫീൽഡ് കണ്ടോ, നേരെ തിരിച്ചല്ലേ? അതായത് ബാർ മാഗ്നറ്റ് ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് മൊമെൻറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ 180 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ആൻറ്റി പാരലൽ. ആക്സിസിൽ ഉണ്ടാക്കിയ ഫീൽഡ് പാരലൽ എന്നല്ലേ പറഞ്ഞത്? ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് എന്തായിരിക്കും? ആൻറ്റി പാരലാണ്. മാഗ്നറ്റിക് മൊമെൻറ്റും ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ് കേട്ടോ. ദെൻ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ആംഗിൾ തീറ്റ എന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ ആംഗിളും തീറ്റ തന്നെയാണ്, അപ്പോൾ പിന്നെ ഈ ആംഗിളും തീറ്റ തന്നെയാണല്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് ഫീൽഡ് എന്തായിരിക്കും? നെറ്റ് ഫീൽഡ് അറ്റ് P ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ നോർത്ത് പോൾ ഉണ്ടാക്കിയ ഫീൽഡും അതുപോലെ സൗത്ത് പോൾ ഉണ്ടാക്കിയ ഫീൽഡും കൂടെ നമ്മൾ വെക്ടോറിയലി ആഡ് ചെയ്യണം. ഇഷ്യൂ എന്താ? രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്, ഒരാൾ ഇങ്ങോട്ടുമാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? മാഗ്നിറ്റ്യൂഡിലോട്ട് മാത്രം പോകുന്നു. B നെറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ, ഈ BN എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ടല്ലോ, അയാളെ ഞാൻ വെർട്ടിക്കലി അപ്വേർഡായിട്ടും ഹൊറിസോണ്ടലായിട്ടും റിസോൾവ് ചെയ്യുന്നു. റിസോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇയാളുടെ ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റും അതുപോലെ B സൗത്ത് ഇതാ ഇങ്ങനെ നിൽക്കുന്നത്, അയാളുടെ താഴേക്കുള്ള കമ്പോണൻ്റ് ഉണ്ട്, അത് രണ്ടും കൂടെ ക്യാൻസൽ ഔട്ട് ആവും. അപ്പോൾ ഈ ഏതൊക്കെ കമ്പോണൻറ്റുകൾ ആഡ് ചെയ്യപ്പെടും? നോർത്ത് പോൾ ഉണ്ടാക്കിയ ഫീൽഡിൻ്റെ കോസ് കമ്പോണൻറ്റും സൗത്ത് പോൾ ഉണ്ടാക്കിയ ഫീൽഡിൻ്റെ കോസ് കമ്പോണൻറ്റും ആഡ് ചെയ്യപ്പെടും. BNൻ്റെ സൈൻ തീറ്റ കമ്പോണൻറ്റും BSൻ്റെ സൈൻ തീറ്റ കമ്പോണൻറ്റും ക്യാൻസൽ ചെയ്ത് പോകും, കാരണം അവർ 180 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്, ഓപ്പോസിറ്റ് ആണ്. സോ B നെറ്റ് ഈസ് ഈക്വൽ വെക്ടർ ഒഴിവാക്കി എഴുതിയാൽ നമുക്ക് BN കോസ് തീറ്റ പ്ലസ് BS കോസ് തീറ്റ എന്ന് എഴുതാം. ശരിയാണോ? എന്തുകൊണ്ടാണ് രണ്ടും ആഡ് ചെയ്തത്? BNൻ്റെ കോസ് കമ്പോണൻറ്റും അതുപോലെ BSൻ്റെ കോസ് കമ്പോണൻറ്റും ഒരേ ഡയറക്ഷനാണ്. എലോങ് ഏത് ഡയറക്ഷനാണെന്ന് പറയൂ? എലോങ് വിച്ച് ഡയറക്ഷൻ? എലോങ് BA. BA എന്ന് പറഞ്ഞതാ ഓപ്പോസിറ്റ്, അങ്ങോട്ട്. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്നും ബിയിലോട്ടാണ്, പക്ഷേ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നേരെ തിരിച്ചാണ്. ഓക്കെ, സോ
നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു, ഞാനൊരു കാര്യം ചെയ്യാം, ദാറ്റ് ഈസ് 2 ടൈംസ് BN cos θ എന്ന് എഴുതിയാലും നോ ഇഷ്യൂ. എന്തുകൊണ്ടാണ് 2 ടൈംസ് ആയി എഴുതിയത്? രണ്ടുപേരുടെയും BNൻ്റെയും BSൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, രണ്ടുപേരും ഒരേ ഡയറക്ഷനാണ്, നമുക്ക് ആഡ് ചെയ്യാമല്ലോ. ഓർ അടുത്ത സ്റ്റെപ്പ് ദാറ്റ് ഈസ് 2 ടൈംസ് BN എന്ന് പറയുമ്പോൾ നോർത്ത് പോൾ അവിടെ ഉണ്ടാക്കിയ ഫീൽഡ്, ഈ നോർത്ത് പോൾ ഇവിടെ ഉണ്ടാക്കിയ ഫീൽഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ സ്ഥിരം ചെയ്യുന്ന ടെക്നിക് μ0/4π ഇൻറ്റു കമോൺ P ഡിവൈഡർ ബൈ അവിടേക്കുള്ള അകലം. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടേക്കുള്ള അകലം എത്രയാണ് നിങ്ങൾ നോക്കൂ, ഈ ഡിസ്റ്റൻസ് L ആണ്, ഈ ഡിസ്റ്റൻസ് R ആണ്, അപ്പോൾ ഇത് √r² + L² അല്ലേ. അപ്പോൾ നമ്മൾ അവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ √r² + L² ദ ഹോൾ സ്ക്വയർ, കറക്റ്റ് അല്ലേ, ഇൻറ്റു cos θ. cos θ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ തീറ്റയാണ്, cos θ കമ്പോണൻ്റ് ആണ് വേണ്ടത്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണല്ലോ. cos θ എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡർ ബൈ ഹൈപ്പോട്ടനസ് എടുത്തൂടെ. അഡ്ജസൻറ്റ് സൈഡ് ആരാ? L ബൈ ഹൈപ്പോട്ടനസ് ആരാ? √r² + L². ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു? 2 ടൈംസ് μ0/4π ഇൻറ്റു P ഡിവൈഡർ ബൈ r² + L², സ്ക്വയറും റൂട്ടും കൂടെ ക്യാൻസൽ ആയി, പവർ 1 ആയി, ഇൻറ്റു L ഡിവൈഡർ ബൈ r² + L². റൂട്ടിനെ നമുക്ക് ഓൾറൈസ്റ്റ് 1/2 എന്ന് മാറ്റി എഴുതാമല്ലോ. ഇനി നോക്കൂ, ഈ 2 ഇൻറ്റു P ഇൻറ്റു L ആരാ? 2 ഇൻറ്റു PL, അതായത് P ഇൻറ്റു 12, എഗെയിൻ മാഗ്നറ്റിക് മൊമെൻ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നു? നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് P, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് P എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ ഫീൽഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു P ഇൻറ്റു 12 M ആക്കി മാറ്റി, M ബൈ ഇവിടെ പവർ 1 ആണ്, ഇവിടെ 1/2 ആണ്, അപ്പോൾ r² + L² all raised to 3/2. Okay, this is the field produced by bar magnet along its equatorial point or perpendicular bisector or tan B position. ഡയറക്ഷൻ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണെങ്കിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നേരെ തിരിച്ചാണ്, ഓപ്പോസിറ്റ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ആൻഡ് ഇതറിയോ, ഈ ഫീൽഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നോക്കുക, അതിൻ്റെ ടാൻജൻറ്റ് വരച്ചാൽ അതേ ഡയറക്ഷനാണ് കിട്ടുക. ഇപ്പോൾ രണ്ടുപേരുണ്ടാക്കിയുള്ള ഫീൽഡ് കണ്ട് നെറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഐഡിയൽ മാഗ്നറ്റ് ആണെങ്കിൽ നമ്മൾ പറയും ലെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ഈസ് വെരി വെരി സ്മോൾ, ഐഡിയൽ മാഗ്നറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എന്ത് വരും? B net is equal to μ0/4π ഇൻറ്റു കമോൺ M ഡിവൈഡർ ബൈ, നോക്കൂ L 0 ആയി പോയി, L അല്ല 0, L² ആണ് 0, കാരണം ലെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ്. അപ്പോൾ L² പോയി, L² 0 ആയാൽ r² all raised to 3/2 എന്ന് വരും, ദാറ്റ് ഈസ് r³ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വീണ്ടും ഓർമ്മിച്ച് വെച്ചോളൂ. This is the expression for magnetic field at the point P if the magnet is an ideal one. Ideal magnet means the length of the magnet is very small compared to that distance. Distance means that distance r. കേട്ടോ? ഓക്കെ, ഇനി ഒന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നോക്കൂ, ബാർ മാഗ്നറ്റ് ഇതാണ് അതിൻ്റെ സെൻറ്റർ. r ഡിസ്റ്റൻസ് ഒരു പോയിന്റ് എടുത്തു, ഫീൽഡ് എത്രയാ? μ0/4π ഇൻറ്റു 2m ഡിവൈഡർ ബൈ r³. ഡയറക്ഷൻ എങ്ങോട്ടാ? മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണോ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഫീൽഡ്. ഓക്കെ, r ഡിസ്റ്റൻസ് ഇവിടെ എടുക്കാം, r ഡിസ്റ്റൻസ് ഇവിടുത്തെ ഫീൽഡ് എത്രയാ? ഇങ്ങോട്ടാണ് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് μ0/4π ഇൻറ്റു ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ μ0/4π ഇൻറ്റു m/r³ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ 2m/r³ ഉണ്ട്, ഇവിടെ m/r³ ഉള്ളൂ. അപ്പോൾ ഏത് ഫീൽഡാണ് കൂടുതൽ സ്ട്രോങ്? ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ മാഗ്നറ്റ് അലോങ് ഇറ്റ്സ് ആക്സിസ് അറ്റ് എ ഗിവൺ ഡിസ്റ്റൻസ് ഈസ് ഡബിൾ ദാൻ ദാറ്റ് ഓഫ് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർ മാഗ്നറ്റ് അലോങ് ഇറ്റ്സ് ഇക്വറ്റോറിയൽ ലൈൻ. കേട്ടോ, ഡിസ്റ്റൻസ് മാറുമേ. അതുപോലെ ഈ പോയിന്റ് നിങ്ങൾ മുകളിൽ തന്നെ ചൂസ് ചെയ്യണമെന്നില്ല, താഴെ എടുക്കട്ടെ, ഇവിടെ എടുക്കാൻ നിങ്ങൾക്ക് ഡിപ്പെൻഡ്സ്, നിങ്ങൾക്ക് എവിടെ വേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്തോളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആ പോയിന്റിലെ ഫീൽഡ് ലൈനിന് നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കണം. പിന്നെ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഫീൽഡ് യൂണിഫോം ഫീൽഡ് അല്ല. ഇതാണ് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.
ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് വേറെ ഏതെങ്കിലും ഇപ്പോൾ ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എവിടേക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷൻ എവിടേക്കാണ്, ടാൻജൻറ്റ് വരച്ചാൽ മതി. മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ വരാം, അത് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഇവിടുത്തെ ഫീൽഡ് കാണുന്നത്? ഒരു തീറ്റ ആംഗിളിൽ ഇങ്ങനെ ഒരു ആംഗിൾ വരികയാണെങ്കിൽ ഈ പോയിന്റിലെ ഫീൽഡ് എത്ര പറഞ്ഞു തരണോ? നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീൽഡ് അറ്റ് എനി പോയിന്റ്. നോക്കൂ, ഫീൽഡ് അറ്റ് എനി പോയിന്റ്. നമുക്ക് ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കാണുന്നത്. ഓക്കെ, ഞാനൊരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലും അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഒരു പോയിന്റ് എടുത്താൽ ഈ പോയിന്റിൽ ഇതാണ് ആർ വെക്ടർ പൊസിഷൻ വെക്ടർ, സെൻറ്ററിൽ നിന്ന് അവിടേക്കുള്ള ദൂരമാണ് ആർ. ഓക്കെ, മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഞാനിതാ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, മാഗ്നറ്റിക് മൊമെൻറ്റ് എം. ഞാൻ ആ മാഗ്നറ്റിക് മൊമെൻറ്റിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നു. ശരിക്കും ശ്രദ്ധിക്കണേ, ഏതാ എവിടേക്ക് റിസോൾവ് ചെയ്യുന്നു? ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്തു. പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തു. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ കമ്പോണൻ്റ് ആരാ? ദിസ് ഈസ് എം കോസ് തീറ്റ. പൊസിഷൻ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിൽ വരുന്നത് എം കോസ് തീറ്റ. അപ്പോൾ ഇതാരാ? എം സൈൻ തീറ്റ. നമ്മൾ ചെയ്ത ടെക്നിക്ക് എന്താ മനസ്സിലായോ? മാഗ്നറ്റിക് മൊമെൻറ്റിനെ നമ്മൾ അങ്ങ് റിസോൾവ് ചെയ്തു. മാഗ്നറ്റിക് മൊമെൻറ്റിനെ നമ്മൾ റിസോൾവ് ചെയ്തു. ദെൻ ഈ പോയിന്റിൽ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എം കോസ് തീറ്റ ഉണ്ടാക്കിയ ഫീൽഡ് കാണാം. എം കോസ് തീറ്റ, ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു എം കോസ് തീറ്റ. ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ആര് കാരണം? എം കോസ് തീറ്റ ഉണ്ടാക്കുന്ന ഫീൽഡ് നമുക്കൊന്ന് എഴുതി നോക്കാം. എം കോസ് തീറ്റ നമുക്ക് വേണമെങ്കിൽ B1 എന്ന് വിളിക്കാം. B1 ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഡൈപോളിനെ റിസോൾവ് ചെയ്തപ്പോൾ ഇതാണ് എം കോസ് തീറ്റ. എം കോസ് തീറ്റ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് എവിടെയൊക്കെ ആയിരിക്കും? അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ വരിക. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡൈപോൾ അലോങ് ഇറ്റ്സ് ആക്സിസ് ഈസ് പാരലൽ ടു ദ ഡൈപോൾ മൊമെന്റ്. ആ വാല്യൂ നമുക്ക് എന്താ എഴുതാം? നോക്കൂ, ഇങ്ങനെ എഴുതിക്കൂടെ? μ0/4π ഇൻറ്റു ഓക്കെ 2 ഇൻറ്റു, എന്തുകൊണ്ടാണ് 2? ആക്സിൽ പോയിന്റ് ആയതുകൊണ്ടാണ് 2 വന്നത്. എമ്മിന് പകരം എന്ത് എടുക്കണം? എം കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഇക്വേഷൻ നമ്പർ 1. ദിസ് ഈസ് ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എം കോസ് തീറ്റ അലോങ് ഇറ്റ്സ് ആക്സിയൽ പോയിന്റ്. ഓർമ്മിക്കുക, എം കോസ് തീറ്റ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് എം കോസ് തീറ്റയ്ക്ക് പാരലൽ ആയിരിക്കും. എന്നെ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് എന്താ? എം എന്ന് പറഞ്ഞ വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്തു. എം കോസ് തീറ്റയും എം സൈൻ തീറ്റയും. അതിൽ ആദ്യം എം കോസ് തീറ്റ ഈ പോയിന്റിൽ ഉണ്ടാക്കിയ ഫീൽഡ് കണ്ടു. അതെങ്ങനെയായിരിക്കും? അത് എം കോസ് തീറ്റയ്ക്ക് പാരലൽ ആയിരിക്കും. നോ ഡൗട്ട്, ക്ലിയർ അല്ലേ? ദെൻ ഫീൽഡ് അറ്റ് ദ സെയിം പോയിന്റ് ഡ്യൂ ടു ബി സൈൻ തീറ്റ നോക്കാം. എം സൈൻ തീറ്റ നോക്കാം. എം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ദാ ഈ കമ്പോണൻറ്റും എന്ത് ചെയ്യുന്നു? ഈ പോയിന്റിൽ ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അതെവിടേക്ക് ആയിരിക്കും നോക്കാം. നോക്കൂ നിങ്ങൾ, ഇതല്ലേ എം സൈൻ തീറ്റയുടെ ഡയറക്ഷൻ. ഈ എം സൈൻ തീറ്റ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് എങ്ങനെ ഇരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താ കാരണം? കാരണം എം സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയത്. കാരണം ഈ എം സൈൻ തീറ്റയെ ബേസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് അതിൻ്റെ ഇക്വറ്റോറിയൽ പോയിന്റാണ്. ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് ആൻറ്റി പാരലൽ ഫീൽഡാണ്. അതായത് ഇവൻ ഉണ്ടാക്കുന്ന ഫീൽഡ് അതേ ഡയറക്ഷൻ ആണെങ്കിൽ ഇവൻ ഉണ്ടാക്കുന്ന ഫീൽഡ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ ഹാഫേ ഉണ്ടാവുള്ളൂ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും നമുക്ക് ആ ഫീൽഡ് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു B2 ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു 1 ഇൻറ്റു എം സൈൻ തീറ്റ ബൈ ആർ ക്യൂബ്. ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് 1? ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡ് അല്ലേ? ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡ് എന്ന് പറയുമ്പോൾ μ0/4π ഇൻറ്റു m/r ക്യൂബ് എന്നല്ലേ വരുള്ളൂ. ഇവിടെ എമ്മിന് പകരം എന്തുകൊണ്ടാണ് എം സൈൻ തീറ്റ എടുത്തത്? നമ്മൾ ഈ എം സൈൻ തീറ്റ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡാണ് കണ്ടത്. ഈ നെറ്റ് ഫീൽഡ് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് എന്ത് വരയ്ക്കണം? അതിൻ്റെ ഡയഗണൽ വരച്ചാൽ നിങ്ങൾക്ക് നെറ്റ് ഫീൽഡ് കിട്ടും. അപ്പം നെറ്റ് ഫീൽഡ് കിട്ടാനുള്ള ടെക്നിക്ക് എന്താ? ഈ B1-ൻ്റെയും അതുപോലെ B2-ൻ്റെയും വെക്ടർ സം എടുത്താൽ പോരെ? പറയട്ടെ ഞാൻ. അപ്പോൾ നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു
എന്തെഴുതാൻ പറ്റും? വെക്ടർ B1 പ്ലസ് വെക്ടർ B2. ഈ ഫിഗറിൽ നിന്നും ക്ലിയർ ആണ് B1 എന്ന് പറഞ്ഞ വെക്ടറും B2 എന്ന് പറഞ്ഞ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ബി നെറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ റൂട്ട് ഓഫ് എന്തെടുക്കാം? B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ എന്ന് വരും. ഓർ നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്തെഴുതാം? B1 μ0/4π ഇൻറ്റു 2 ഇൻറ്റു m cos theta by r cube all square plus μ0/4π into m sin theta by r cube all square. ശരിയല്ലേ? അതിൽ നിങ്ങൾ നോക്കൂ, μ0/4π കോമൺ ആണ് അല്ലേ? പിന്നെ ആരാ കോമൺ ആയിട്ടുള്ളത്? 1/r³ അതും കോമൺ ആണ്. ബാക്കി എന്ത് വരുന്നു? റൂട്ട് ഓഫ്. കമോൺ, റൂട്ട് ഓഫ് 2 സ്ക്വയർ ചെയ്യുമ്പോൾ 4 എം ഉണ്ടല്ലേ? എമ്മും പുറത്തോട്ട് വന്നു, എം പുറത്തോട്ട് വന്നു. എം 4 cos സ്ക്വയർ തീറ്റ പ്ലസ് അവിടെ ആരാ ബാക്കിയുള്ളത്? സൈൻ സ്ക്വയർ തീറ്റ. ശരിയല്ലേ? ഫൈനൽ ഇക്വേഷനിലേക്ക് പോവാണ്. നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു m /r³ ഇൻറ്റു കമോൺ നോക്കൂ, ഈ 4 cos സ്ക്വയർ തീറ്റനെ നമുക്ക് 3 cos സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ എന്നാക്കാം. ശരിയല്ലേ? 4നെ നിങ്ങൾ 3 + 1 സ്പ്ലിറ്റ് ആക്കി എഴുതി. അപ്പോൾ 4 cos സ്ക്വയർ തീറ്റയെ നമ്മൾ എങ്ങനെ മാറ്റുന്നു? 3 cos സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ ദെൻ റിമൈനിങ് സൈൻ സ്ക്വയർ തീറ്റ. അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ മാറുന്നു? ഇറ്റ് ഈസ് ഈക്വൽ ഇൻറ്റു റൂട്ട് ഓഫ് 3 cos സ്ക്വയർ തീറ്റ പ്ലസ് 1. Yes, important result. This is the field produced by bar magnet at any point P. ഓർമ്മിച്ച് വെച്ചോളൂ. ഇപ്പം നമ്മൾ ആക്സിസിലെ ഫീൽഡ് കണ്ടുപിടിച്ചു, ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡ് കണ്ടുപിടിച്ചു, ഇപ്പോൾ ജനറൽ ആയിട്ടൊരു പോയിന്റിലെ ഫീൽഡും കണ്ടുപിടിച്ചു. നമ്മൾ ചെയ്ത പ്രൊസീജിയർ എന്താ? നമ്മൾ മാഗ്നറ്റിക് മൊമെൻറ്റിനെ റിസോൾവ് ചെയ്തു. m cos തീറ്റ m sin തീറ്റ. ആദ്യം m cos തീറ്റ ആക്സിസിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടു, ദെൻ m sin തീറ്റ അതിന് ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടു. ഈ രണ്ട് ഫീൽഡുകളുടെയും കൂടെയുള്ള വെക്ടർ സം എടുത്തു. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റും? ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർ മാഗ്നറ്റ് അറ്റ് എനി പോയിന്റ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ മൈ പോയിന്റ്സ്? യെസ്. അപ്പോൾ നോക്കൂ, ഫീൽഡ് അറ്റ് എനി പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും ക്ലിയർ ആയി അല്ലേ? ഈ ഡിസ്റ്റൻസ് L ആണ്, ഈ ഡിസ്റ്റൻസ് L ആണ്. ഇതാണ് സെൻറ്റർ O എന്നെടുക്കാം, ഈ ആംഗിൾ തീറ്റ എന്നെടുക്കാം, ഈ ഡിസ്റ്റൻസ് R എന്നെടുക്കാം. ഈ പോയിന്റിലെ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്ര കിട്ടി? നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിലൂടെ ഫീൽഡ് ലൈൻ വരച്ചതിന് ടാൻജൻറ്റ് വരച്ചാൽ മതി. ഈ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. മാഗ്നറ്റിക് ഫീൽഡ് B = μ0/4π ഇൻറ്റു m /r³ ഇൻറ്റു 1 + 3 cos സ്ക്വയർ തീറ്റ. റൂട്ട് ഉണ്ട്, അപ്പോൾ റൈസ്ഡ് ടു 1/2 എന്ന് കൊടുക്കാം. ശരിയല്ലേ? ഇനി നിങ്ങൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ പോയിന്റ് നമ്മുടെ ആക്സിസിലായിരുന്നെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ത് വരും? 0 വരില്ലേ? തീറ്റയുടെ വാല്യൂ 0 വന്നാൽ cos 0 1, 3 × 1 3, 3 + 1 4, 4⁻²2. അപ്പം നോക്ക്, μ0/4π × 2m/r³ ഇല്ലേ ഈ പോയിന്റ് ആണെങ്കിൽ. ഇനി ഇക്വറ്റോറിയൽ ലൈനിലേക്ക് വരുമ്പോൾ തീറ്റയുടെ വാല്യൂ എത്ര ഡിഗ്രി ആവും? 90 ഡിഗ്രി ആവും. അപ്പോൾ 90 ഡിഗ്രി നോക്ക്, μ0/4π × m/r³ × 1 + 3 cos സ്ക്വയർ 90. എത്രയാണ് cos സ്ക്വയർ 90? 0. 1 + 0 0, 1⁻1. അങ്ങനെയുള്ള ഇക്വേഷൻ μ0/4π × m/r³ എന്ന് വരില്ലേ? അപ്പം നിങ്ങൾ ഈ ഇക്വേഷൻ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് ആക്സിസിലെ ഫീൽഡ് കാണാം, ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡ് കാണാം, ഏത് പോയിന്റിലെ ഫീൽഡ് വേണമെങ്കിലും കാണാം. രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓർമ്മിക്കേണ്ടത്, ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർ മാഗ്നറ്റ് along axis is parallel to the dipole moment. Field produced by dipole along its equatorial line is anti-parallel to the dipole moment. വേറെ ഏതെങ്കിലും പോയിന്റ് നിങ്ങളോട് ചോദിച്ചാൽ ആ പോയിന്റിൽ നിങ്ങൾ എന്ത് വരയ്ക്കണം? ടാൻജന്റ് വരച്ചിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണേണ്ടത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഫീൽഡ് അലോങ് ആക്സിസ് എൻഡ് ഓൺ പൊസിഷൻ, ഫീൽഡ് അലോങ് ഇക്വറ്റോറിയൽ ലൈൻ
ബ്രോഡ് ഓൺ പൊസിഷൻ അല്ലെങ്കിൽ ടാൻ എയും ടാൻ ബിയും. ക്ലിയർ അല്ലേ? അപ്പോൾ ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ ആയിട്ടുണ്ട്. ഫീൽഡ് ഈസ് നോൺ യൂണിഫോം ആൻഡ് not only in magnitude, also in direction. Another important topic, dipole in a uniform magnetic field. ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയ ഫീൽഡിലല്ല, എക്സ്റ്റേണലി ഉള്ള ഒരു ഫീൽഡിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ എക്സ്റ്റേണൽ ഫീൽഡിൽ ബാർ മാഗ്നറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും, അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ബാർ മാഗ്നറ്റ് ഇൻ എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നിങ്ങൾക്ക് ആദ്യം ഡൗട്ട് വരാം, എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റ് ചെയ്യുക? പല മാർഗ്ഗങ്ങളുണ്ട്. വേറെ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയ ഫീൽഡ് ഉപയോഗിക്കാം, സോളിനോയിഡ് ഉണ്ടാക്കിയ ഫീൽഡ് ഉപയോഗിക്കാം, ഇലക്ട്രോ മാഗ്നറ്റുകളുണ്ട്, ഇവരൊക്കെ ഉണ്ടാക്കിയ ഫീൽഡുകൾ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ്. യൂണിഫോം മാഗ്നറ്റിക്, എന്താ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതാ പാരലൽ ലൈൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. ഈ പോയിന്റ് ആയാലും 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 എല്ലാ പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. മാഗ്നിറ്റ്യൂഡും കൂടെ സെയിം ആവണം, എന്നാലേ യൂണിഫോം ഫീൽഡ് എന്ന് വിളിക്കുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ ഡയറക്ഷൻ സെയിം ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും സെയിം ആയിട്ട് വരണം, എന്നാൽ മാത്രമേ യൂണിഫോം ഫീൽഡ് എന്ന് പറയൂ. നിങ്ങളൊരു ടെക്നിക്ക് പറ, ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. എങ്ങനെ ഉണ്ടാക്കും? ഞാൻ പറഞ്ഞായിരുന്നോ? നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഒരു ഭയങ്കര വലിയ സോളിനോയിഡ് എടുക്കുക. സോളിനോയിഡ്. ഈ സോളിനോയിഡിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് അപ്രോക്സിമേറ്റ്ലി യൂണിഫോം ഫീൽഡാണ്. ആ ഫീൽഡിൽ ആരെ കൊണ്ടുപോയി വെച്ചു? ഒരു ബാർ മാഗ്നറ്റിനെ കൊണ്ടുപോയി വെച്ചു. അതാണ് ഐഡിയ. അല്ലാതെ ഇവിടെ ഇപ്പം നമ്മൾ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയ ഫീൽഡിനെ കുറിച്ച് അല്ല ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്റ്റേണലി ഉള്ള ഒരു ഫീൽഡിൽ നമ്മളൊരു ബാർ മാഗ്നറ്റിനെ കൊണ്ടുപോയി വയ്ക്കുന്നു. യൂണിഫോം ഫീൽഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു സോളിനോയിഡ് എടുത്ത് സോളിനോയിഡിൻ്റെ വെൽ ഇൻസൈഡ് റീജിയൻ എടുത്താൽ ദാറ്റ് ഫീൽഡ് ഈസ് എ യൂണിഫോം ഫീൽഡ് കേട്ടോ. അല്ലാതെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയോ നമ്മൾ എന്ത് സെറ്റ് ചെയ്തു? യൂണിഫോം ഫീൽഡ് സെറ്റ് ചെയ്തു. ആ യൂണിഫോം ഫീൽഡിലാണ് ഒരു ബാർ മാഗ്നറ്റ് ഇരിക്കുന്നത്. നോക്കൂ, ഇവിടെ നമുക്ക് നോർത്ത് പോളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറയാറുള്ളത് എഫ് ഈസ് ഈക്വൽ ക്യൂ ഇൻറ്റു ഇ എന്നല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഈസ് ഈക്വൽ എന്താ എഴുതേണ്ടി വരും? എഫ് ഈസ് ഈക്വൽ പി ഇൻറ്റു ബി, വേർ പി ഇസ് ദ പോൾ സ്ട്രെങ്ത്, ബി ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് മീൻസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദാറ്റ് റീജിയൻ ഓർ ഇൻ ദാറ്റ് പോയിന്റ്. അതുപോലെ തന്നെ സൗത്ത് പോളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എവിടെയൊക്കെ ആയിരിക്കും? നേരെ തിരിച്ചായിരിക്കും. എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? മൈനസ് പി ബി. എന്തുകൊണ്ടാണ് മൈനസ് സൈൻ കൊടുക്കുന്നത്? വേറെ ഒന്നുമില്ല, സൗത്ത് പോളാണ്, ഫോഴ്സ് ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ടാണ് മൈനസ് സൈൻ കൊടുക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ്? നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓൺ ദ നോർത്ത് പോൾ പ്ലസ് ഫോഴ്സ് ഓൺ ദ സൗത്ത് പോൾ. രണ്ടും കൂടെ വെക്ടോറിയൽ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ഒരെണ്ണം പ്ലസ് പി ബി ആണെങ്കിൽ മറ്റത് ഓപ്പോസിറ്റ് ആയത് കാരണം പ്ലസ് മൈനസ് പി ബി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, when you place a bar magnet in an external magnetic field, net force acting on the bar magnet is 0. ഓർമ്മിക്കുക, ഫീൽഡ് യൂണിഫോം ഫീൽഡ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെയുള്ള ഫീൽഡിൻ്റെ സ്ട്രെങ്ത് B1 എന്നും ഇവിടെയുള്ള ഫീൽഡിൻ്റെ സ്ട്രെങ്ത് B2 എന്നും വന്നാൽ അത് നോൺ യൂണിഫോം ഫീൽഡാണ്. നോൺ യൂണിഫോം ഫീൽഡാണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആവണം എന്നുള്ളത് നിർബന്ധമില്ല. കാരണം പോളിൻ്റെ സ്ട്രെങ്ത് സെയിം ആണെങ്കിൽ ഒരിക്കലും നെറ്റ് ഫോഴ്സ് 0 വരില്ല. അപ്പോൾ ഓർമ്മിക്കുക, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബാർ മാഗ്നറ്റ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്? യുവർ ആൻസർ ഈസ് 0. ദെൻ നമുക്കറിയാം, ഈ സെൻറ്ററിനെ ബേസ് ചെയ്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്നു. ടു ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ കപ്പിൾ എന്നല്ലേ പറയുക? കപ്പിൾ അല്ലെങ്കിൽ ടോർക്ക് കപ്പിൾ. അപ്പോൾ ആ കപ്പിൾ കാരണം എന്ത് സംഭവിക്കും? ഈ ബാർ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഇത് ഇങ്ങോട്ടും അതുപോലെ ഇത് ഇങ്ങോട്ടും വരാൻ ശ്രമിക്കും, അതായത് റൊട്ടേറ്റിംഗ്. അപ്പോൾ ആ ടോർക്ക് കാണാനുള്ള ഇക്വേഷനാണ് ഇനി നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. നമ്മൾ നോക്കൂ, ഈ ലെങ്ത് ഞാൻ L-നെടുത്തു, ഈ ലെങ്ത് L-നെടുത്തു. ടോട്ടൽ ലെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ഈസ് 12. നമ്മൾ സ്ഥിരം എടുക്കുന്ന പോലെ 12 എടുത്തു. ഇതാ നോക്കൂ, ഈ ആംഗിൾ തീറ്റ, ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മൊമെൻറ്റ്
മാഗ്നറ്റിക് മൊമെന്റ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് ഉണ്ടാക്കുന്ന ടോർക്ക് എന്തായിരിക്കും? ഫോഴ്സ് പി ബി ആണ്, ടോർക്ക് ടോർക്ക് നോർത്ത് പോളിൻ്റെ മുകളിലുള്ള ടോർക്ക് എബൌട്ട് ദ സെൻറ്റർ, ഈ പോയിന്റിനെ ബേസ് ചെയ്തുള്ള ടോർക്ക് എന്തായിരിക്കും? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എഫ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നല്ലേ പഠിപ്പിച്ചുള്ളത്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് കാൾഡ് ടോർക്ക്, ആർ ക്രോസ് എഫ്. സോ ടോ എൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഈസ് പി ബി. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കൂ നിങ്ങൾ, ആ ട്രയാങ്കിളിൽ നിന്നും നമുക്ക് കോസ് തീറ്റ ഈക്വൽ എന്ന് എഴുതാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വേണ്ട സൈൻ തീറ്റ എടുത്താൽ മതി, നമുക്ക് അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഇതാണല്ലോ ആർ പെർപെൻഡിക്കുലർ ഡിവൈഡർ ബൈ ആർ. ഈ ഡിസ്റ്റൻസ് ആർന്ന് എടുത്തു, അത് നിങ്ങൾക്ക് അറിയാം, ഇവിടെ അതിനെ ആർ പെർപെൻഡിക്കുലർ ഡിവൈഡർ ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആർ പെർപെൻഡിക്കുലർ ഈസികൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും? എൽ സൈൻ തീറ്റ. നോക്കൂ, ഇവിടെയാണ് നമ്മൾ ഇവിടേക്ക് വരയ്ക്കുന്ന ലൈനാണ് ആർ. ഇതാണ് ആറിൻ്റെ പാരലൽ കമ്പോണൻറ്റ്, ആർ പാരലൽ. ഇതാണ് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്, ആർ പെർപെൻഡിക്കുലർ. കാണാൻ എന്ത് ചെയ്തു? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എടുത്തു. ആർ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലിനോട് ഈക്വൽ ആണ്. ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ അവൻ ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുക? അതായത് ഇത് ക്ലോക്ക് വൈസ് ടോർക്കാണ്, ക്ലോക്ക് വൈസ്. അതുപോലെ സൗത്ത് പോളിനെ എടുക്കാം. സൗത്ത് പോൾ എടുത്താൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ പി ബി തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് പി ബി തന്നെയാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരമാണ് ആർ ഈക്വൽ എൽ. ഈ ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് അറിയാം ആർ പെർപെൻഡിക്കുലർ, ഇതാണ് ആർ പാരലൽ. സോ ആർ പെർപെൻഡിക്കുലറിൻ്റെ വാല്യൂ വീണ്ടും എന്ത് തന്നെയായിരിക്കും? എൽ സൈൻ തീറ്റ. സോ എഗെയിൻ എൽ സൈൻ തീറ്റ. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നോക്കൂ, ഇങ്ങനെ നിൽക്കുന്ന ആളെ ഇങ്ങോട്ട് വലിച്ചാൽ ഇത് ക്ലോക്ക് വൈസാണ്, ഇങ്ങോട്ട് വലിച്ചാൽ അതും ക്ലോക്ക് വൈസാണ്. അപ്പോൾ രണ്ടും ക്ലോക്ക് വൈസാണ്. അപ്പോൾ നിങ്ങളവിടെ പ്ലസ് മൈനസ് ഇടേണ്ട കാര്യമില്ല, രണ്ട് ടോർക്കുകളും ഒരേ ഡയറക്ഷനാണ്. അതായത് രണ്ട് ടോർക്കുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നെറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാൻ പറ്റും? പി ബി എൽ സൈൻ തീറ്റ പ്ലസ് വീണ്ടും പി ബി എൽ സൈൻ തീറ്റ. സോ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു 2 times പി എൽ ബി സൈൻ തീറ്റ. See, P into 12 ആരാ? P into 12. It is M. So, torque tau is equal to mb sin theta. Or in vector form, torque tau is equal to m cross b. So, what is the expression to find torque acting on a bar magnet when it is placed in a uniform magnetic field? mb sin theta. ഓർമ്മിച്ചു വെച്ചോളൂ. When you place a bar magnet in an external magnetic field, uniform external magnetic field, net force acting on the bar magnet is 0. Net force acting on the bar magnet is 0. Torque is there. Net torque is equal to mb sin theta. Here theta is the angle between direction of magnetic moment and external magnetic field. This is theta. Okay? Clear ആണല്ലോ? ഇനി നമ്മൾ പറയണത് നമുക്ക് പല പല ആംഗിൾ, അതായത് നമ്മൾ ബാർ മാഗ്നറ്റിനെ പല പല ആംഗിളിൽ സെറ്റ് ചെയ്ത് നോക്കാം. ആ സമയത്തുള്ള ടോർക്കും ഫോഴ്സും എന്താണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടോർക്ക് നമ്മൾ ഡിറൈവ് ചെയ്തു അല്ലേ? നോക്കൂ, ഡൈപോൾ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്ക് നോക്കാം, ഓരോരോ കേസുകളായിട്ട് നോക്കാം. തീറ്റ ഈക്വൽ ടു 0, അതായത് മാഗ്നറ്റിൻ്റെ മൊമെൻറ്റും ഫീൽഡും തമ്മിലുള്ള ആംഗിൾ തീറ്റ 0 ഡിഗ്രി ആയാൽ, തീറ്റ 0 എന്ന് പറയുന്ന മീനിങ് എന്താ? ഫീൽഡ് എവിടേക്കാണോ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ബാർ മാഗ്നറ്റ് ഇരിക്കുന്നത്, അവൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും അതേ ഡയറക്ഷനാണ്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0. കാരണം പോസിറ്റീവിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എവിടേക്കാണ്? സെയിം ഡയറക്ഷനും. നെഗറ്റീവിൻ്റെ മുകളിലുള്ള ഫോഴ്സ് ഓപ്പോസിറ്റ് ഡിറക്ഷനും ആയത് കാരണം നെറ്റ് ഫോഴ്സ് 0 വരും. നെറ്റ് ടോർക്ക് എന്തായിരിക്കും? നെറ്റ് ടോർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എം ബി സൈൻ 0. കാരണം മാഗ്നറ്റിക് മൊമെൻറ്റും ഫീൽഡും ഒരേ ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 0 വരുന്നു, ദാറ്റ് ഈസ് ഈക്വൽ 0. അപ്പോൾ
തീറ്റ 0 ആയാൽ എന്ത് സംഭവിക്കും? നെറ്റ് ഫോഴ്സും 0 ആയിരിക്കും, നെറ്റ് ടോർക്കും 0 ആയിരിക്കും. ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബാർ മാഗ്നറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കുകയും ചെയ്യും. നമുക്ക് വരുന്നുണ്ട് ആ സെക്ഷൻ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, ഈ പൊസിഷനെ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നാണ് പറയുക. സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 0 കണ്ടീഷൻ. ഇൻ ദാറ്റ് കേസ് നെറ്റ് ഫോഴ്സ് 0, നെറ്റ് ടോർക്ക് 0, then potential energy minimum. We will discuss it later. Potential energy minimum. Such a position is called stable equilibrium position. Stable equilibrium position. Minimum potential energy ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി വന്നാൽ എന്ത് സംഭവിക്കും നോക്കാം. തീറ്റ 180 ഡിഗ്രി, തീറ്റ 180 ഡിഗ്രി വന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫീൽഡ് ഇങ്ങോട്ടും, പക്ഷേ ബാർ മാഗ്നറ്റിൻ്റെ മൊമെൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്, അതായത് തിരിച്ചാണ്. ഉണ്ടോ? തിരിച്ച് മൊമെൻറ്റ് നേരെ തിരിച്ച്. അങ്ങനെയാണെങ്കിൽ ഇതാ നോർത്ത് പോളിൻ്റെ മുകളിലെ ഫോഴ്സ് ഇങ്ങോട്ടും സൗത്ത് പോളിൻ്റെ മുകളിലെ ഫോഴ്സ് ഇങ്ങോട്ടും വരും. അപ്പം നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് ഈസ് അഗെയിൻ 0. അപ്പോൾ ജനറലൈസ് ചെയ്ത് പറയാം, ഏത് ആംഗിളായാലും പ്രശ്നമില്ല, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഇവിടെ നെറ്റ് ടോർക്കോ? നെറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു mb ഇൻറ്റു സൈൻ, mb സൈൻ തീറ്റ, സൈൻ 180, that is equal to 0. So 0 ഡിഗ്രി ആയാലും നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, നെറ്റ് ടോർക്ക് 0 ആയിരിക്കും. 180 ഡിഗ്രി ആയാലും നെറ്റ് ഫോഴ്സ് 0, നെറ്റ് ടോർക്ക് 0. പക്ഷേ ഇവിടെ നിങ്ങൾ ഇനി പഠിപ്പിക്കാൻ പോകുന്നു, ഈ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് മൊമെൻറ്റ് 180 ഡിഗ്രി ആയാൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. കാരണം ഇതിനെ തിരിച്ച് 180 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ വർക്ക് ചെയ്യണം. ആ വർക്ക് അവൻ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കൂടിയ പൊസിഷനാണത്. അതുകൊണ്ട് ആ ഇക്വിലിബ്രിയത്തിനെ നമ്മൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നാണ് പറയുക. ഓർമ്മ വെച്ചോളൂ, തീറ്റ ഈസികൾ 0 ഈസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ, തീറ്റ ഈസികൾ 180 ഡിഗ്രീസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, ദെൻ നമുക്ക് ഇനി തീറ്റ 90 ഡിഗ്രി വന്നാൽ എന്താ സംഭവിക്കും നോക്കാം. തീറ്റ ഈക്വൽ 90 ഡിഗ്രി വന്നാൽ വാട്ട് ഹാപ്പൻസ് ടു ഫോഴ്സ്? അതായത് ഫീൽഡ് ഇങ്ങോട്ടാണ്, ബാർ മാഗ്നറ്റ് നമ്മൾ ഇങ്ങനെ വെച്ചു, സൗത്ത് പോൾ ഇവിടെ, നോർത്ത് പോൾ ഇവിടെ. നോർത്ത് പോളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ സൗത്ത് പോളിൻ്റെ മുകളിൽ ഇങ്ങോട്ടായിരിക്കും. നെറ്റ് ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ വീണ്ടും പറയൂ. നെറ്റ് ഫോഴ്സ് ഈസ് അഗെയിൻ 0, കാരണം ഇതും കൂടെ ക്യാൻസൽ ആവും. നെറ്റ് ടോർക്കോ? നെറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു mb ഇൻറ്റു സൈൻ 90, ദാറ്റ് ഈസ് ഈക്വൽ mb ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് ടോർക്ക് ഈസ് നോട്ട് 0. അപ്പോൾ തീറ്റ ഈക്വൽ 90 ഡിഗ്രി പൊസിഷനിൽ നെറ്റ് ഫോഴ്സ് അപ്പോഴും 0 ആണ് കേട്ടോ, പക്ഷേ നെറ്റ് ടോർക്ക് 0 അല്ല. ഈ ടോർക്ക് കാരണം ഇങ്ങനെ നിൽക്കുന്ന ആൾ റൊട്ടേറ്റ് ചെയ്യുകയും അയാൾ ഏത് ഇക്വിലിബ്രിയത്തിലേക്ക് വരാൻ ശ്രമിക്കുകയും ചെയ്യും? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് വരാൻ ശ്രമിക്കുകയും ചെയ്യും. ഏത് ഇക്വിലിബ്രിയത്തിലേക്ക് വരും? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് വരും. മനസ്സിലായോ? സോ ടോർക്ക് ആക്ട് ചെയ്യുന്നത് കാരണം എന്ത് സംഭവിക്കും? വെൻ യു പ്ലേസ് എ ഡൈപോൾ, ഇറ്റ് മേ ബി എ ബാർ മാഗ്നറ്റ്, ഇറ്റ് മേ ബി എ സോളിനോയിഡ് ഓർ എ കറണ്ട് ലൂപ്പ്. If it is in a uniform magnetic field, net force acting on that arrangement is 0. But torque will be there or couple will be there. Due to that torque, it tends to align in the direction of field, that is called stable equilibrium or minimum potential energy position. Clear ആവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബാർ മാഗ്നറ്റിനെ കുറിച്ചും സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നന്നായിട്ട് വായിക്കുക. NCERT ബുക്കിൽ ഇല്ലാത്ത ഫുൾ ഡെറിവേഷൻ NCERT ബുക്കിൽ പറഞ്ഞിട്ടില്ല, കാരണം അവർ കമ്പയർ ചെയ്തിരിക്കുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇത് ഡയറക്റ്റ് എടുക്കുന്നത് കൊണ്ട് ഞാനിത് കൂടുതൽ പറഞ്ഞിരുന്നത് മാത്രം കേട്ടോ. മാക്സിമം നമ്പർ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തുടങ്ങാം, കാരണം നമ്മൾ എവിടേക്ക് എത്തി തുടങ്ങി, പ്രോബ്ലം ചെയ്യുന്ന ഒരു ഗ്രൗണ്ടിലോട്ട് എത്തി തുടങ്ങി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരെ ബൈ.